സർവ്വവല്ലഭനായ നല്ല കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ശ്രോതാക്കളെ ക്രിസ്തുയേശുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ദൈവശബ്ദത്തിനായി കാതോർക്കാം. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ ആധാരശിലയായി പരിഗണിക്കപ്പെടുന്ന വിഷയമാണ് വിശ്വാസത്താലുള്ള നീതീകരണം. ഇതേക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന റോമാലേഖനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നൽകിയ അരുളപ്പാട് പ്രിയപ്പെട്ടവർ കൈമാറുവാൻ കൃപയിൽ ആശ്രയിക്കുന്നു. പോളിൻ എപ്പിസൽസ് അഥവാ പൗലൂസിന്റെ ലേഖനങ്ങൾ എല്ലാം തന്നെ ദൈവശാസ്ത്ര വിഷയങ്ങളുടെ ആഴത്തിലുള്ള പഠനവും തലനാരിഴ കീഴിലുള്ള വ്യാഖ്യാനവുമാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യം റോമർ 1:17 വായിച്ചാണ് മാർട്ടിൻ ലൂതർ എന്ന യുഗപ്രഭാവൻ പുരോഗമന കർത്താവായി മാറിയത്. പൗലോസ് ചോദിക്കുന്നു 3:27, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്തിൽ? കർമ്മമാർഗത്താലോ അതോ വിശ്വാസമാർഗത്താലോ? അതെ, ലോകമതങ്ങളെ രണ്ടായി തിരിക്കുകയാണ് ഇവിടെ, കർമ്മമാർഗം, വിശ്വാസമാർഗം. ഈ രണ്ട് ചിന്താധാരകളെയും സമഗ്രമായി വിശദീകരിച്ച ശേഷം പൗലോസ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരെ തേജസ്സിലേക്ക്, മഹത്വത്തിലേക്ക് ആലോചന തന്ന് വഴി നടത്തുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് കുഞ്ഞെ നിനക്ക് ഉറപ്പ് തരികയാണ്. നിന്റെ നേരെ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങൾ തരണം ചെയ്യാനുള്ള കൃപ നൽകി, ശക്തി നൽകി, ചോരയൂറ്റി തന്നവൻ നിന്നെ പരിപാലിക്കും. നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി തുറന്നു നിൽക്കുന്നു. ആദിമകാല ഭക്തന്മാർ ഭരണകൂട ഭീകരതകളെ മറികടന്നില്ലേ? അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി തുടർന്നിരുന്നതുകൊണ്ട്. മതമേധാവികളുടെ കൊടും ക്രൂരതകൾ മറികടന്നില്ലേ? അഗബോസിന്റെ കാലത്തുണ്ടായ കൊടിയ ക്ഷാമം മറികടന്നില്ലേ? മഹായുദ്ധങ്ങളെ മറികടന്നില്ലേ? ഈ അടുത്ത കാലത്ത് നാം പ്രകൃതിക്ഷോഭങ്ങളെ മറികടന്നില്ലേ? സ്പാനിഷ് ഫ്ലൂവിനെ, നിപ വൈറസിനെ, കോവിഡിനെ, ഒമിക്രോണിനെ മറികടന്നെങ്കിൽ കുഞ്ഞെ, ഇന്നു നീ നേരിടുന്ന പ്രശ്നത്തെയും മറികടക്കാൻ പരിശുദ്ധാത്മാവ് നിനക്ക് തുണ നിൽക്കും. കുഞ്ഞുങ്ങളെ, ദൈവജനത്തിന്റെ ചരിത്രം അതാണ്. റോമർ 8:37 പൗലോസ് അതിന്റെ കാരണം പറയുന്നുണ്ട്. എന്താ കാരണം? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കംപ്ലീറ്റ് വിക്ടറി. ജീവൻ നൽകി സ്നേഹിക്കുന്നവൻ പൂർണ്ണ ജയം നൽകുന്നു. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുമെന്ന് കർത്താവിന്റെ വചനം ഉറപ്പു തരികയാണ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമലേഖനം ആദ്യത്തെ 8 അധ്യായങ്ങളിൽ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഈ 3 വിഷയങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്യുകയാണ്. എന്നാൽ 9, 10, 11 അധ്യായങ്ങളിൽ യുഗപരമായ യഹൂദന്റെ തിരസ്കരണവും സ്വീകരണവും കൂട്ടിച്ചേർപ്പും ദേശീയ മാനസാന്തരവും ഭംഗിയായി അവതരിപ്പിക്കുന്നു. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ സിദ്ധാന്തം പറഞ്ഞു വിടുകയല്ല, പ്രയോഗത്തിൽ വരുത്തുന്നതിനെക്കുറിച്ച് ആഴത്തിൽ വിശദീകരണം നടത്തിയാണ് തന്റെ കൃതി പൗലോസ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തെ 5-ാമത്തെ സുവിശേഷം, പൗലോസിന്റെ സുവിശേഷ പ്രകടന പത്രിക, സുവിശേഷ ലേഖനമെന്നൊക്കെ സ്കോളേഴ്സ് പറയുന്നത്. ശ്രദ്ധിക്കണേ മക്കളെ, വിശ്വാസത്താൽ കർത്താവ് നമ്മെ ന്യായീകരിക്കുകയല്ല, നീതീകരിക്കുകയാണ് ചെയ്തത്. ആട്ടുകൊറ്റന്മാരുടെ രക്തം ആറുപോലൊഴുക്കിയിട്ടും കാളകളുടെ രക്തം കടൽ പോലൊഴുക്കിയിട്ടും പാപങ്ങൾക്ക് ശാശ്വത പരിഹാരം വരാഞ്ഞപ്പോൾ ദൈവപുത്രന്റെ പുണ്യാഹരക്തം നമ്മെ നീതീകരിച്ചു. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ ചൂണ്ടി റോമാലേഖനം 8-ാം അധ്യായത്തിൽ കർത്താവ് ഒരുക്കി വെച്ച അതിപ്രധാനമായ 4 സ്വാതന്ത്ര്യങ്ങൾ പൗലോസ് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെ ഒരു ചിന്താവിഷയമാണെങ്കിലും ഒന്ന് തൊട്ടുവിടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ രക്ഷ നേടിയവന് ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. 2, പഴയ പാപപ്രകൃതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപസംബന്ധമായി മരിച്ചു. സ്തോത്രം. 3, കഷ്ടതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈറ്റുനോവ് കൊണ്ട് നിലവിളിക്കുന്ന അമ്മ കുഞ്ഞിന്റെ പുഞ്ചിരി കാണുമ്പോൾ തന്റെ വേദന മറക്കുന്നത് പോലെ നിത്യതയിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ്സിന്റെ നിത്യഘനം ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുന്നു. 4-മതായിട്ട് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പ്രാർത്ഥിക്കുന്ന ദൈവവേദന ദോഷം വരികയില്ലെന്നുള്ള, ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരെന്നുള്ള ചിന്ത ഭയത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ ജയാളിയായ ക്രിസ്തുവിന്റെ മക്കളാണ്. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി സാത്താനെ ജയിച്ചവർ. അനുഭവത്തിൽ നിന്ന് പറയുന്നവര് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മഹാദൈവത്തിന്റെ ഡിവൈൻ പർപ്പസിനെ തിരിച്ചറിയാനുള്ള ഹൃദയം, സ്തോത്രം, രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്കുണ്ട്.
അതാണ് സഭാപ്രസംഗം 3-ാം അധ്യായത്തിൽ പറയുന്നത്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. കല്ലു പെറുക്കി കൂട്ടാൻ ഒരു കാലം, കല്ലു പെറുക്കി കളയാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. എന്നാൽ 3:11 സഭാപ്രസംഗി പറയുന്നു, ദൈവമെല്ലാം അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു അതിൻ്റെ സമയത്ത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു അപ്പോയിന്റഡ് ടൈം ദൈവത്തിനുണ്ട്. അവൻ സകലവും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ടെങ്കിൽ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ഉദ്ദേശമുണ്ട്, വ്യക്തമായ പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവശാസ്ത്രത്തിൽ ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം നിത്യനിർണയത്തിൻ്റെ ഭാഗമാണ്. പ്രിയ ദൈവവിധത്തിലെ നീ കടന്നുപോകുന്ന അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ഇറ്റേണൽ പർപ്പസിൻ്റെ ഭാഗമാണ്. ഒരു പ്രത്യേകമായ ദൈവിക ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ പർപ്പസിൻ്റെ സെൻറ്റർ പോയിന്റാണ് ദൈവവിധത്തിലെ നീ അടങ്ങിയ ദൈവസഭ. പരിശുദ്ധാത്മാവ് ദൈവകുഞ്ഞുങ്ങളുടെ കൂട്ടായ്മയായ സഭയോട് പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം നോക്കൂ, 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. സകലവും നിങ്ങൾക്കുള്ളത്, ജീവനോ മരണമോ എന്തു തന്നെയാണെങ്കിലും സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. എഫെസ്യർ ലേഖനം നോക്കൂ, 1:22-23. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി, എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതേ, ഇറ്റേണൽ പർപ്പസിന്റെ സെൻട്രൽ പോയിന്റാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന ദൈവസഭ. മക്കളെ, നമ്മുടെ മരണം പോലും മഹാദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. കർത്താവ് അങ്ങനെ ക്രമീകരിച്ചതാണ് കേട്ടോ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്. അതുകൊണ്ട് മരണഭയം വേണ്ട. 8-ാം അധ്യായം നോക്കൂ, അതിന്റെ 29-ാമത് വാക്യം. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനാണ് നമ്മെ മുൻ നിയമിച്ചത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ഇമേജിനോട് അനുരൂപരാവുക. 12:1 ഈ ലോകത്തിന് അനുരൂപമാകാതെ വിശുദ്ധ ജീവിതം നയിച്ചാൽ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകും. ഇസ്രായേൽ ജനതയെ 40 വർഷം ഈ മരുഭൂമിയിൽ എന്തിനാ നടത്തിയത്? മറ്റൊന്നിനുമല്ല, തന്റെ ജനം തന്നോട് ഏകീഭവിക്കണം, അനുരൂപരാകണം. ദൈവകുഞ്ഞുങ്ങൾ അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപരാകണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഇമേജിനോട് അനുരൂപപ്പെടുന്നവർ പരിശുദ്ധാത്മാവ് വഴി നടത്തുമ്പോൾ പിറുപിറുക്കരുതേ. ഓർത്തുകൊള്ളണം, കലാപത്തിൽ മരിച്ചതിനേക്കാൾ അധികം ആളുകൾ പിറുപിറുപ്പിൽ മരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ആലോചന തന്നു വഴി നടത്തുമ്പോൾ പലപ്പോഴും ദൈവഹിതം നമുക്ക് രുചിച്ചൊന്നു വരികയില്ല. എങ്കിലും പിറുപിറുക്കാതെ തമ്പുരാന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, സോപ്പ് വെള്ളം കൊണ്ട് കഴുകിയാൽ നശിച്ചു പോകുന്ന കൊറോണ എന്ന കീടം, ചെറിയ വൈറസ് ലോകരാഷ്ട്രങ്ങളെ അമ്മാനമാടിയത് നാം കണ്ടതാണ്. ഇറ്റലിയുടെ പ്രധാനമന്ത്രി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവത്തിൽ ശരണപ്പെടുകയല്ലാതെ മറ്റു വഴിയില്ല. മനുഷ്യന്റെ അഹങ്കാരത്തിന് കണിഞ്ഞാലിടാൻ ഈ ചെറിയ വൈറസിന് കഴിഞ്ഞു. അർത്ഥശൂന്യമായ ആഡംബരങ്ങൾ നടത്തി ഇവന്റ് മാനേജ്മെന്റുകൾ അടിത്തകർത്ത കാലം ഓർമ്മയിൽ നിന്നും മറഞ്ഞുപോയില്ലേ? വിവാഹവും ശവസംസ്കാരവും ലളിതമായി നടത്താമെന്ന് നമ്മെ പഠിപ്പിച്ചില്ലേ? മദ്യനിരോധനം വന്നാലും മനുഷ്യൻ ജീവിക്കുമെന്ന് പഠിപ്പിച്ചില്ലേ? 80% രോഗത്തിനും ആശുപത്രിയിൽ പോകേണ്ടെന്ന് പഠിപ്പിച്ചില്ലേ? ജങ്ക് ഫുഡ് കൊടുത്തില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുമെന്ന് പഠിപ്പിച്ചില്ലേ? കൃഷി നല്ല കാര്യമാണെന്ന് പഠിപ്പിച്ചില്ലേ? അന്ത്യചുംബനം കൊടുത്തില്ലെങ്കിലും വിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് എത്തുമെന്ന് പഠിപ്പിച്ചില്ലേ? പ്രിയപ്പെട്ട ദൈവജനമേ, സത്യവചനത്തെ മനസ്സിലാക്കി ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കാൻ തിരിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ മനുഷ്യന്റെ നിസ്സാരത്വം ദൈവം വെളിപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, കോവിഡിനേക്കാൾ മാരകമായൊരു വൈറസ് ഉണ്ട്. ഓരോ ദിവസവും 8000-ഓളം കുട്ടികളെ കൊന്നൊടുക്കുന്ന മാരക വൈറസ്. അതിൻ്റെ പേരാണ് പട്ടിണി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലും വിശപ്പടക്കാൻ കുപ്പത്തൊട്ടിയിൽ അന്നം തേടുന്നവർ നിരവധിയുണ്ട്. അത് മനസ്സിലാക്കാതെ വിവാഹ സൽക്കാരങ്ങളിൽ ധാരാളത്വം വിളമ്പുന്നവർ ഓർക്കണം, കണക്ക് കൊടുക്കേണ്ടുന്ന ദിവസം വരും. ഭൂമിക്ക് പുറത്ത് ജീവൻ കണ്ടെത്താൻ സഹസ്ര കോടികൾ ചെലവഴിക്കുകയാണ് ശാസ്ത്രം. എന്നാൽ ഈ ഭൂമിയിൽ പട്ടിണി കൊണ്ട് മരണപ്പെടുന്നവരുടെ ജീവൻ നിലനിർത്താൻ എന്ത് നടപടിയുണ്ട്? മറ്റുള്ളവരുടെ കഷ്ടത കാണാതെ, വിശക്കുന്നവന്റെ മനസ്സു കാണാതെ മതിച്ചു പുളയ്ക്കുന്നവർ ഓർക്കണേ, 6 അടി മണ്ണിൽ വിശപ്പോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പുഴുക്കളുടെ സ്വപ്നമാണ് നീ. പിന്നെന്തിനാ ഈ അഹങ്കാരം? ചിലരുടെ അഭിപ്രായം ഇതൊക്കെ പ്രകൃതിയുടെ വികൃതിയാണ്, അങ്ങനെ അങ്ങ് സംഭവിക്കുകയാണ്, അതിൽ വെറുതെ ദൈവത്തെ പറയണോ? വിലാപങ്ങളുടെ പുസ്തകം നോക്ക്, 3:37. കർത്താവ് പറഞ്ഞിട്ടല്ലാതെ ആരു പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ, വല്ലതും സംഭവിക്കണമെങ്കിൽ അത് പ്രളയമായാലും നിപ്പായാലും കോവിഡായാലും ഭൂകമ്പമായാലും എന്തുതന്നെയായാലും വല്ലതും സംഭവിക്കണമെങ്കിൽ എൻ്റെ കർത്താവ് പറയണം.
യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് 9:12. അതെ, ഞാൻ പറിച്ചെടുക്കും, ആര് തടയും? ഇതെന്തിന് ചെയ്തെന്ന് എന്നോട് ആര് ചോദിക്കും? ഇനി 33 അധ്യായത്തിന്റെ 13 വാക്യം നോക്കൂ. എന്തിനു വാദിക്കുന്നു? അവൻ ചെയ്യുന്ന ഒന്നിനും കാരണം പറയുന്നില്ലല്ലോ. ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനോ തടയാനോ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് മാത്രമാണ്: നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുക. ദൈവത്തിന്റെ മഹത്വം. കുഞ്ഞേ, നമുക്ക് നല്ലതെന്ന് തോന്നുന്നതെല്ലാം ഇപ്പോഴും ദൈവഹിതമായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവഹിതം എപ്പോഴും നല്ലതായിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് ആരാധന. അല്ലാതെ ആലയത്തിനുള്ളിലെ പെർഫോമൻസ് അല്ല, ആയുഷ്കാലമുള്ള വിശുദ്ധ ജീവിതമാണ് ആരാധന. എൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപനാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്നു തിരിച്ചറിഞ്ഞ് അവസാന നിമിഷം വരെ വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുക. അതാണ് സത്യാരാധന. പുൾപിറ്റിൽ ഗാനമേട നടത്തുന്നതല്ലെന്ന ആരാധന, വേദി തകർക്കുന്നതല്ല ആരാധന, രാഗം വിസ്തരിക്കുന്നതല്ല ആരാധന, തള്ളി വീഴ്ത്തുന്നതും ഊതി വീഴ്ത്തുന്നതും വിശുദ്ധചരിയും സത്യാരാധനയല്ല. അന്ത്യത്തോളം വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് സത്യാരാധന. ഒരു പ്രാർത്ഥനാ മനുഷ്യനോട് ഒരിക്കലും അയാൾ ചോദിച്ചു, എപ്പോഴാണ് ആരാധന? അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച ആശീർവാദം കഴിഞ്ഞ് ആലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരാധന തുടങ്ങും. എന്ന് പറഞ്ഞാൽ 6 ദിവസവും ആരാധനയാണ്. 7-ാം ദിവസം സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിന് നന്ദി പറയുന്നു, അതും ആരാധനയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും ആരാധനയാണ്. ദൈവത്തിന് മഹത്വം. 6 ദിവസം എങ്ങനെയും ജീവിച്ചിട്ട് ഞായറാഴ്ച ആലയത്തിൽ പെർഫോം ചെയ്താൽ അത് സത്യാരാധനയാകയില്ല. ലിവിങ് സാക്രിഫൈസ്. ദൈവഹിത പ്രകാരം ജീവിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. ദൈവപുത്രന്റെ സ്വരൂപത്തോട്, ഇമേജിനോട് അനുരൂപരായി ജീവിക്കുക. ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. കൊലോസ്യ ലേഖനം 4:12 പറയുന്നു, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. നമ്മുടെ ഇച്ഛകളിലേക്ക് ദൈവത്തിന്റെ ഇച്ഛ കടന്നു വന്നാൽ, അങ്ങനെ കടന്നു വരാൻ അനുവദിച്ചു കൊടുത്താൽ കർത്താവിന്റെ പ്രവൃത്തി ഇതിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകാൻ കഴിയും. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുതേ, ദൈവം തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് സത്യവചനം. എഫെസ്യ ലേഖനം 1:9 തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. മറച്ചു വെച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, മറച്ചു വെച്ചിട്ടില്ല. ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. എങ്ങനെ? 3:11 അനാദികാലം മുതൽ മറഞ്ഞിരുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ, ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പൊ ഹൃദയത്തിന്റെ മർമ്മം സഭ മുഖാന്തരം അറിവായി വരുന്നു. നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം വചനത്തിലൂടെ അറിയാം, ദൈവസഭ മുഖാന്തരം അറിയാം. സഭ മുഖാന്തരം എങ്ങനെ അറിയാം? പ്രസംഗിക്കപ്പെടുന്ന വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ ദൈവത്തിന്റെ ഹിതം സഭ മുഖാന്തരം അറിയായി വരുന്നു, വചനത്തിലൂടെ അറിയായി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പുലരിയിൽ ദൈവഹിതം പരിശുദ്ധാത്മാവ് കുഞ്ഞെ കൂടപ്പിറപ്പെ നിന്നോട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മകളെ, നീ കൂടി വരുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മയിലാണെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കുള്ളിൽ സ്വർഗത്തിലുള്ള സകല ആത്മീയ യാഥാർത്ഥ്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ കഴിയും, അനുഭവിച്ചറിയാൻ കഴിയും, ഉപയോഗത്തിൽ വരുത്താൻ കഴിയും. നോളജ് ഇവിടെയുണ്ട്, വിസ്ഡം ഇവിടെയുണ്ട്, കൃപാവരം ഇവിടെയുണ്ട്, മധ്യസ്ഥത, അഭിഷേകം, വിവിധമായ ജ്ഞാനം എല്ലാം അറിവായി വരുന്നു. അങ്ങനെയുള്ളതാണ് പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള ഗ്ലോറിയസ് ചർച്ച്, യഥാർത്ഥ ദൈവസഭ. കുഞ്ഞെ, നിരാശപ്പെടരുത്, ജന്മത്തെ പഴിക്കരുത്. എനിക്കിങ്ങനെ വന്നുപോയല്ലോ എന്ന് പരിതപിക്കേണ്ട. ദൈവഹിതത്തിന്റെ സെൻട്രൽ പോയിന്റാണ് നീ. ദൈവഹിതത്തിന്റെ സെൻട്രൽ പോയിന്റ് നീയാ മക്കളെ. ഇറ്റേണൽ പർപ്പസിന്റെ കേന്ദ്രം നീയാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ഭവനത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, 29 അധ്യായം 11 വാക്യം, നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി വരും. അതെ, മറ്റൊരു പരിഭാഷ വായിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധേയമാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി തന്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ക്ഷേമ പദ്ധതി.
എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റ് നൽകുന്ന പെൻഷനേക്കാൾ, ആമേൻ, മറ്റുള്ളവർ നൽകുന്ന സഹായത്തെക്കാൾ, മക്കൾ കടമയെന്ന പേരിൽ നീട്ടിത്തരുന്ന നന്മയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് മഹാദൈവത്തിന് നിന്നോടുള്ള പദ്ധതി. ആമേൻ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. കുഞ്ഞേ, നിന്നെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ മിനിസ്ട്രിയെക്കുറിച്ച് ശ്രേഷ്ഠമായൊരു ക്ഷേമ പദ്ധതി മഹാദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. തമ്പുരാൻ പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് ക്ഷേമകരമായ പദ്ധതിയാണ്, ഐശ്വര്യപൂർണമായ പദ്ധതിയാണ്, അതേ ശ്രേഷ്ഠമായ പദ്ധതിയാണ്. മക്കളെ, നിന്റെ പ്രതീക്ഷ യേശുവിലാണെങ്കിൽ നീ ലജ്ജിച്ചു പോകുകയില്ല. യു ഹാവ് ഡിവൈൻ ഡെസ്റ്റിനി. നിനക്ക് ശുഭകരമായ ഒരു ഭാവിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നിനെയും നിഷ്ഫലമായി ദൈവം സൃഷ്ടിച്ചിട്ടില്ല. വിത്തുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നത് പോലെ ഉണങ്ങിക്കരിഞ്ഞ പൂവിനുള്ളിൽ ഒരു പൂക്കാലം കരുതി വയ്ക്കുന്ന ദൈവം, ആപ്പിളിന്റെ ഉള്ളിൽ ഒരു ആപ്പിൾ തോട്ടം കരുതി വെച്ചിട്ടുള്ള ദൈവം വെറുതെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങളുടെ ഹിഡൻ പൊട്ടൻഷ്യൽ തിരിച്ചറിയണം, നിന്നിൽ മറഞ്ഞിരിക്കുന്ന കൃപാവരം തിരിച്ചറിയണം, അഭിഷേകം തിരിച്ചറിയണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. കുഞ്ഞേ, കർത്താവ് ശുശ്രൂഷയിലേക്ക് വിളിച്ചെങ്കിൽ ജ്വലിപ്പിച്ചാൽ മതി, കൃപാവരം നിന്നിലുണ്ട്. നിന്നെക്കുറിച്ചുള്ള സ്വർഗീയ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടതെല്ലാം പരിശുദ്ധനായ ദൈവം മക്കളെ നിന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, കരുതി വച്ചിട്ടുണ്ട്. മെയിൽസ് മൺറോ എന്ന എഴുത്തുകാരൻ തന്റെ കൃതിയിൽ കുറിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങളല്ല, ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളല്ല, റഷ്യയിൽ യുറേനിയം വെട്ടിയെടുക്കുന്ന സ്ഥലമല്ല, നിന്റെ വീടിനടുത്തുള്ള ശ്മശാനമാണ്. എന്താ താൻ അങ്ങനെ പറയാൻ കാരണം? പാടാത്ത പാട്ടുകൾ, എഴുതാത്ത കവിതകൾ, പൂർത്തിയാക്കാത്ത പ്രോജക്റ്റുകൾ, പ്രസിദ്ധീകരിക്കാത്ത പ്രബന്ധങ്ങൾ, ചായം പൂശാൻ കഴിയാത്ത ചിത്രങ്ങൾ, ശില്പമുണ്ടെങ്കിലും ചായം പൂശാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ളതെല്ലാം വാരിക്കൂട്ടി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. ഇതാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം. മനസ്സിൽ നല്ല പാട്ടുണ്ടായിട്ടും പാടാത്തവർ, ഹൃദയത്തിൽ ചിന്തയുണ്ടായിട്ടും പ്രബന്ധം രചിക്കാത്തവർ, ആശയമുണ്ടായിട്ടും പുസ്തകമാക്കാത്തവർ, പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടും കംപ്ലീറ്റ് ചെയ്യാത്തവർ, ശില്പമുണ്ടാക്കിയിട്ടും നിറം പിടിപ്പിക്കാത്തവർ, നെയ്തു തുടങ്ങിയിട്ടും പൂർത്തീകരിക്കാത്തവർ, ഇതെല്ലാം അവസാനം കുഴിമാന്തി മൂടുന്ന സ്ഥലമാണ് സെമിത്തേരി. കുഞ്ഞേ, ദൈവം നിന്നെ ഏൽപ്പിച്ചുള്ള ദൗത്യം പൂർത്തീകരിക്കണം കേട്ടോ. അത് കുഴിച്ചു മൂടാനുള്ളതല്ല, കോവിഡ് വന്ന് മരിക്കുന്നതല്ല, അതല്ല ദുരന്തം. പിന്നെയോ നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാതിരിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കേവലം 33 വയസ്സുകൊണ്ട് ദൈവപുത്രൻ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ന്യായപ്രമാണം പറഞ്ഞത് പൂർത്തിയാക്കി, പ്രവാചകന്മാർ പറഞ്ഞത് പൂർത്തിയാക്കി, സ്വർഗീയ പിതാവിന്റെ ഹിതം പൂർത്തിയാക്കി, ക്രൂശിൽ കിടന്നുകൊണ്ട് ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ഉത്തരവാദിത്വം സ്വന്തം ശിഷ്യനിലൂടെ അവൻ നടപ്പാക്കി, പൂർത്തീകരിച്ചു. തന്റെ കൂടെ വിശ്വസിച്ചിറങ്ങിയ ശിഷ്യന്മാരുടെ ഭാവി ഉറപ്പാക്കി. ഇതെല്ലാം നിവർത്തിക്കാൻ യേശുവിന് 33 വയസ്സു മതിയെങ്കിൽ ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ ലഭിച്ച ആയുസ് ധാരാളമാ മക്കളെ. ഈ പുലരിയിൽ തീരുമാനമെടുക്കണം. ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കും. ഒടുവിൽ പുത്രൻ പറയുന്നു, പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് തന്നിട്ടുള്ള പ്രവൃത്തി ഞാൻ തികച്ചു. പൗലോസ് പറയുന്നു, ഇതാ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ യാഗവസ്തു പരിപൂർണമായി വെന്തരിഞ്ഞു ശേഷം അതിന്മേൽ തന്റെ രക്തവസാന തുള്ളിയും തളിക്കുന്നു. ഇതാ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. നല്ല പോർപൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പറയാമോ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റോമാൻ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്ന 5 ചോദ്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഒന്നാമത്തെ ചോദ്യമാണ്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. 2, സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ സകലവും നിനക്ക് തരാതിരിക്കുമോ? കുഞ്ഞേ, നീ ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം കാൽവറിക്ക് താഴെയുള്ളത് മാത്രമാണ് കേട്ടോ. ഏറ്റവും ഉന്നതമായ ദൈവപുത്രനാണ്. അവനെ തന്നവൻ അതോടുകൂടി സകലവും നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 3-ാമത്തെ ചോദ്യം, ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? 4-ാമത്തെ ചോദ്യം, ഈ സ്ഥിതിക്ക് ആർ നമ്മെ ശിക്ഷ വിധിക്കും? കുറ്റം വിധിക്കേണ്ടത് ക്രിസ്തുവാണ്. ക്രിസ്തുവുള്ള വിശ്വാസത്താൽ ന്യായവിധി മാറിപ്പോയതുകൊണ്ട് നമുക്ക് ശിക്ഷാവിധിയില്ല. കുഞ്ഞേ, ക്രിസ്തു പഴയ നിയമവിശ്വാസിക്ക് ന്യായാധിപതിയാണെങ്കിൽ മധ്യസ്ഥനാണ് പുതിയ നിയമവിശ്വാസിക്ക്. ആര് പിന്നെ ശിക്ഷിക്കും? 5-ാമത്തെ ചോദ്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതാരാണ്?
ഉറച്ചു പറയണം, തറപ്പിച്ച് പറയണം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. റോമർ 8:35. ഇപ്പോഴുള്ളതോ വരുവാനുള്ളത്, ഉയരത്തിലുള്ളത്, ആഴത്തിലുള്ളത്, വാഴ്ചകൾ, അധികാരങ്ങൾ, ദൃശ്യലോകത്തിലും അദൃശ്യലോകത്തിലും ആത്മമണ്ഡലത്തിൽ ആക്രമണം നടത്താൻ കഴിവുള്ള സകലതിനെയും സകലതിനു നേരെയും വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതൊന്നും ക്രിസ്തുവുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല. 2 കൊരിന്ത്യർ ലേഖനം 2-14-15 വാക്യങ്ങൾ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന സൗരഭ്യം വെളിപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ വചനമറിയിക്കാൻ അവസരം നൽകിയ നല്ല കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. പ്രാർത്ഥനയിൽ ഓർത്താലും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു, 9072140929. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 90721418.